ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് പള്ളിപ്പാട് പറയങ്കേരി കണ്ടത്തിൽ പുത്തൻ വീട്ടിൽ ജെറൻ ജോർജ്. യുദ്ധത്തെ തുടർന്ന് 2 മാസമായി ഇറാനിൽ ചരക്ക് കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജെറൻ. കെ.സി. വേണുഗോപാൽ എം.പിയും രമേശ് ചെന്നിത്തല എം.എൽ.എയും നടത്തിയ ഇടപെടലിലാണ് അർമീനിയയിൽ നിന്ന് മുംബൈയിലും അവിടെ നിന്ന് കൊച്ചിയിലുമെത്തിയത്. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ജെറൻ പിതാവ് ജോർജ് ജേക്കബിനും മാതാവ് ലില്ലിക്കുമൊപ്പം വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടൻ സഹോദരി റീന ജോർജിനെ ചേർത്തുപിടിച്ച് സന്തോഷം പങ്കിട്ടു. തന്റെ മോചനത്തിനായി പ്രാർത്ഥിച്ചവരോടും സഹായം ചെയ്തവരോടും നന്ദി അറിയിച്ചു. യുദ്ധം കനത്ത സാഹചര്യത്തിൽ ഭയപ്പാടോടെയാണ് ഇറാനിലെ ചരക്ക് കപ്പലിൽ കഴിഞ്ഞിരുന്നതെന്ന് ജെറൻ പറഞ്ഞു. ആകാശത്ത് മിസൈലുകൾ പോകുന്നതും താഴെ വീഴുന്നതും കാണാമായിരുന്നു. പേടി കാരണം മലയാളികളെല്ലാം അടുത്തടുത്തുള്ള കപ്പലുകളിൽ ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത്. 40 ദിവസം ഒരു നേരം മാത്രമായിരുന്നു ആഹാരം. ഇറാനിയൻ കപ്പലിലെ എഞ്ചിൻ ടെക്നീഷ്യനായിരുന്നു ജെറൻ. ദുബായ് തുറമുഖത്തെത്തിയപ്പോഴാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം തുടങ്ങിയത്. ദുബായിലിറങ്ങി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെങ്കിലും യുദ്ധം ആരംഭിച്ചതോടെ അതിനുള്ള അവസരം നഷ്ടമായി. ദുബായിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചതിനെ തുടർന്ന് ചരക്കിറക്കാതെ കപ്പൽ ഇറാനിലേക്ക് പുറപ്പെട്ടു. ഇറാനിലെത്തിയതോടെ യുദ്ധം രൂക്ഷമായി. ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തതിനാൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തണമെന്ന ചിന്തലായിരുന്നു മനസ്സിലെന്ന് ജെറൻ പറഞ്ഞു. അർമീനിയ വഴി മാത്രമേ ജെറൻ ജോണിന് നാട്ടിലെത്താനാകൂ എന്ന് മനസ്സിലാക്കിയ കെ.സി. വേണുഗോപാൽ അർമീനിയ വിസയ്ക്കുള്ള നടപടി പൂർത്തിയാക്കി. പാസിനു വേണ്ടി ഒരു ദിവസം അവിടെ കാത്തുകിടന്നു. കയ്യിൽ ഭക്ഷണം വാങ്ങാനുള്ള പണം പോലുമില്ലെന്ന നിസ്സഹായത അറിയിച്ചതിനെ തുടർന്ന് കെ.സി. വേണുഗോപാൽ ഇടപെട്ട് വിമാനത്തിൽ കയറുന്നതുവരെയുള്ള ഭക്ഷണം ഏർപ്പാടാക്കി. എം.പിയുടെ ചെലവിലാണ് ജെറിനെ നാട്ടിലെത്തിച്ചത്.